ഗവർണർക്കെതിരെ എറണാകുളം കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിൽ SFIയുടെ ബാനറുണ്ട്. ഗവർണറെ തെരുവുകളിൽ നിങ്ങളെ ഭരണഘടന പഠിപ്പിക്കൂ എന്ന് തന്നെ ചെയ്യുമെന്നാണ് ബാനറിൽ ഉള്ളത്. വാർത്തയുടെ വിവരങ്ങളുമായി രമ്യ ചേരുകയാണ്. രമ്യ, തിരുവനന്തപുരത്ത് ബാനറുകൾ ഉയർന്നു. ഒപ്പം തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു ബാനർ അഴിച്ചു കഴിഞ്ഞാൽ അതിന് പകരം ഇരട്ടി ബാനറുകൾ സ്ഥാപിക്കുമെന്ന് SFI ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ കാലടി സർവകലാശാലയിലും ബാനർ ഉയർന്നിരിക്കുന്നു. കാലടിയിൽ എന്താണ് ഗവർണർക്കെതിരെ ബാനർ ഉള്ളത്? അജി, കാലടി ശ്രീശങ്കര കോളേജിലാണ് ഗവർണർക്കെതിരെ ഒരു ബാനർ ഉയർന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു ബാനർ ഉയർന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കോഴിക്കോടുണ്ടായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി എല്ലാ കോളേജുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് SFI പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ കാലടിയിലും ശ്രീശങ്കരയിലും ഈ ഒരു ബാനർ വന്നിരിക്കുന്നത്. അതായത് മസ്തിഷ്കത്തിന് പകരം മനുസ്മൃതിയെങ്കിൽ ഗവർണറെ തെരുവുകളിൽ നിങ്ങളെ ഭരണഘടന പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ബാനറിൽ പറയുന്നത്. SFIയുടെ പേരിലാണ് ഈ ഒരു ബാനർ ഉയർന്നിരിക്കുന്നത്. മറ്റ് തിരുവനന്തപുരത്തും കോഴിക്കോടും ഉണ്ടാവുന്ന SFIയുടെ പേരിലുള്ള സമരത്തിന്റെ പ്രത്യാഘാതമായിട്ട് പല കോളേജുകളിലും ഇത്തരത്തിൽ ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർന്നൊരു സാഹചര്യമുണ്ട്. ശ്രീശങ്കരയിൽ ഇന്നലെയാണ് ഇത്തരത്തിലൊരു ബാനർ ഉയർന്നിരിക്കുന്നത്. അജി, ശരി രമ്യ. തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്തും ഗവർണർക്കെതിരെ SFIയുടെ ബാനറുണ്ട്. സംസ്കൃത കോളേജിന് മുന്നിലാണ് ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. വിധേയത്വം സംഘപരിവാറിനോടാകരുത് എന്ന് എഴുതിയാണ് ബാനർ തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്നത്. ഗവർണർ ഇന്ന് തിരുവനന്തപുരത്ത് മടങ്ങി വരാനിരിക്കെ തലസ്ഥാനത്ത് സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേസമയം യോഗ്യതയില്ലാത്തവരെ ഗവർണർ സെനറ്റിലേക്ക് നിയമിച്ചതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ സർക്കാർ അംഗീകരിക്കുമെന്ന് മന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. യൂണിവേഴ്സിറ്റിക്കകത്തെ സെനറ്റിൽ 17, ഒരിടത്ത് 17, മറ്റിടത്ത് 10-15 ആളുകളെ യൂണിവേഴ്സിറ്റി ഭരണ സംവിധാനം ആകെ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റുന്നിടത്തിലേക്ക് വേണ്ടത്ര യോഗ്യതയില്ലാത്ത ആളുകളെ നിയമിച്ചു എടുത്തുള്ളതാണ്. ഇങ്ങനെ ഒരാളെ ഗവർണറായിട്ട് ഇവിടെ തുടരുന്നത് എത്രത്തോളം ഉചിതമായിരിക്കും തുടങ്ങി അദ്ദേഹം ചെയ്യുന്നത് ഭരണഘടനാപരമായിട്ടും അല്ലെങ്കിൽ ഒരു ഭരണപരമായിട്ടും, ഭരണഘടന മാത്രമല്ല ഭരണപരമായിട്ടും സാമൂഹ്യ നിയമം അനുസരിച്ച് ശരിയാണോ അല്ലയോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. നരിമാനെ പോലെയുള്ള ആളുകളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇതിനെപ്പറ്റി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ചാൻസലർക്കെതിരെയാണ് എന്ന് മന്ത്രി P രാജീവും പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ ആയിരിക്കാൻ യോഗ്യനല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത് എന്നും മന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഗവർണർക്കെതിരെ കുട്ടികൾ സമരം ചെയ്യുന്നേയില്ല. അവർ ചെയ്യുന്നത് ചാൻസലർക്കെതിരാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ആരായിരിക്കണം ചാൻസലർ എന്ന് തീരുമാനിക്കുന്ന നിയമസഭയാണ്, ഭരണഘടനയിലല്ല. അദ്ദേഹം ആ ചാൻസലറായിരിക്കാൻ അർഹനല്ല എന്നുള്ള നിയമസഭയുടെ തീരുമാനത്തെ ശരിവയ്ക്കുന്നതാണ്. ഗവർണർ അവിടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഇവിടെ ഈ ഭരണവ്യവസ്ഥ ശക്തമായി നിൽക്കുന്നതുകൊണ്ടാണ്. അത് കേരളം നൽകിയിട്ടുള്ള സംരക്ഷണം മാത്രമാണ്.